ഫസ്റ്റ് ഹാഫ് ഒന്നും പറയാനില്ല, ഭയങ്കര ബോറാണ്. ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങി പോകാനാണ് എല്ലാവരുടെയും ഇത്. കോമഡി ചളുവാണ്, ഒന്നും പറയാനില്ല കോമഡിയെ പറ്റി. പഴയ അതേ കോമഡി പുതിയ ഓഡിയൻസിൻ്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷെ അതേസമയം ഇപ്പം എൻ്റെ അമ്മയെ ആ ഒരു റേഞ്ചിലുള്ളവരും പണ്ട് ദിലീപിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവരും വന്നു കഴിഞ്ഞാൽ തുമ്മിയാത്തെറിച്ച് പോകുന്ന വേഷങ്ങളിൽ നിന്ന് തന്നെ ദിലീപേട്ടൻ തന്നെ പറഞ്ഞാണ്. അതിൽ നിന്ന് തുടങ്ങിയ ദിലീപേട്ടൻ ദിലീപ് സിനിമകളോട് മുട്ടി നിൽക്കാൻ പറ്റിയ ഏത് സിനിമയാണുള്ളത്? മലയാളത്തിൽ റെഡിങ് കിങ്സ്ലിയാവും. സത്യം പറയാനല്ലോ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട് പുള്ളി. മൂവി ആവറേജ് ആണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാണ്. സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് കുറച്ച് ഇമോഷണൽ കണക്ഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫൈനലി ഒക്കെ കുറച്ച് ഇമോഷണലി നല്ല കണക്റ്റഡ് ആണ്. പിന്നെ ദിലീപിൻ്റെ ആ പഴയൊരു ജോണറി തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട്. ഒരു കാര്യം എടുത്തു പറയേണ്ടത് കോസ്റ്റ്യൂം ഡിസൈനിങ്. ദിലീപിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് വളരെ നന്നായിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്. പാട്ടുകളും കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഒന്നും പറയാനില്ല, ഭയങ്കര ബോറാണ്. ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങി പോകാനാണ് എല്ലാവരുടെയും ഇതെങ്കിൽ ഒന്നുമില്ല. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യലി റെലവൻ്റ് ആയൊരു ടോപ്പിക്ക്. ദിലീപിൻ്റെ മൂവി എന്ന് വന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ബട്ട് ഓവറോൾ ത്രെഡ് ഈസ് ഗുഡ്, അത്രേ ഉള്ളൂ. കോമഡി ചളുവാണ്, ഒന്നും പറയാനില്ല കോമഡിയെ പറ്റി. കോമഡി ചിലത് കൊള്ളാം, അത്രയേ ഉള്ളൂ. പിന്നെ അതന്നെ ഞാൻ പറഞ്ഞത്, പഴയ അതേ കോമഡി പുതിയ ഓഡിയൻസിൻ്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷെ അതേസമയം ഇപ്പം എൻ്റെ അമ്മയെ ആ ഒരു റേഞ്ചിലുള്ളവരും പണ്ട് ദിലീപിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവരും വന്നു കഴിഞ്ഞാൽ ഈ കോമഡി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം മൈ ബോസിലെ കോമഡിയായിട്ട് റെഫറൻസ് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്തിരുന്നവർ. സോ ദാറ്റ് വാസ് ഗുഡ്. അതർവൈസ് എനിക്ക് കോമഡി ആയാലും അത്ര പോരാ. പാട്ട് ഇപ്പോൾ ഉദിത് നാരായണനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. സീനുകളൊന്നും ചിത്രീകരണമൊന്നും എനിക്ക് വലിയൊരു എനിക്ക് തോന്നുന്നു ഞാൻ തുടരും കഴിഞ്ഞിട്ടല്ലേ ഡയറക്റ്റ് ഇതിലേക്ക് പോകുമ്പോൾ സ്വിച്ച് ഓവർ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ. ഒരു ദിലീപിൻ്റെ മൂവി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് കാണാം അറിയാവുന്നുണ്ടെന്നുള്ള വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ മികച്ചൊരു ചിത്രം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ദിലീപേട്ടൻ്റെ 150ാമത്തെ സിനിമയാണ്. ദിലീപേട്ടനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. അത് നമുക്ക് ഈ ചെറിയൊരു വീഡിയോയിലൂടെ പറയാൻ നമുക്ക് കഴിയില്ല, റിവ്യൂവിലൂടെ. എന്നാലും പറയാം, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ദിലീപേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളോട് മുട്ടി നിൽക്കാൻ വളരെ പ്രയാസമാണ്. കാരണം പല നടന്മാർക്കും അവരുടേതായ കഴിവുകളുണ്ട്. പക്ഷേ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു കൊച്ചി രാജാവെന്ന് തന്നെ പറയാം. അദ്ദേഹം വർഷങ്ങൾ കൊണ്ട് ഇവിടെ കെട്ടിപ്പടുത്തത് ഒരു ദിവസം കൊണ്ടല്ല. അദ്ദേഹം സ്ട്രഗിൾ എടുത്ത് അദ്ദേഹം കഷ്ടപ്പെട്ട് തുമ്മിയാത്തെറിച്ച് പോകുന്ന വേഷങ്ങളിൽ നിന്ന് തന്നെ ദിലീപേട്ടൻ തന്നെ പറഞ്ഞാണ്. അതിൽ നിന്ന് തുടങ്ങിയ ദിലീപേട്ടൻ പിന്നീട് 1994 മുതൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ, 2002 അദ്ദേഹത്തിൻ്റെ സിനിമയേ ഉള്ളൂ കേരളത്തിൽ. ഹിറ്റടിക്കാൻ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുള്ള നടൻ ആരെന്ന് വെച്ചാൽ എന്നും ദിലീപേട്ടനേ ഉള്ളൂ. ഇടയ്ക്ക് വന്ന ആ ഒരു ഗ്യാപ്പ്, കാരണം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ സമ്മാനിക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അത് പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ മികച്ച ഒരു തിരിച്ചുവരവാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എടുത്ത് പറയുകയാണെങ്കിൽ ജോണി ആൻ്റണി ഉൾപ്പെടെയുള്ളവർ കട്ടയ്ക്ക് നിന്നു എന്നുള്ളത്. പിന്നെ നമ്മുടെ അതിലൊരു അങ്കിളിൻ്റെ ഒരു കഥാപാത്രം, അതായത് ദിലീപേട്ടൻ ആ ഒരു ഷോട്ടിലുള്ള ഒരു അങ്കിളിൻ്റെ ഒരു കഥാപാത്രം നല്ലൊരു ഷോട്ടായിരുന്നു. കല്യാണ ആലോചനയുമായി പോകുന്ന വീട്ടിലെ ഒരു അങ്കിളിൻ്റെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ദിലീപേട്ടൻ്റെ മികച്ച ഒരു ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അദ്ദേഹം ഇങ്ങ് പോയിട്ടില്ല, മലയാളികളുടെ മനസ്സിൽ ജനപ്രിയ നായകനുണ്ട്. ഒരൊറ്റ ജനപ്രിയ നായകനെ മലയാളികൾക്കുള്ളൂ, അത് ദിലീപേട്ടനാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിറ്റിൽ സ്റ്റീഫൻസിൻ്റെ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ്. ലിറ്റിൽ സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ നിർമ്മാതാവാണ് ലിറ്റിൽ സ്റ്റീഫൻ. അദ്ദേഹത്തിനെ പറ്റി പറയാം. അതുപോലെ ഷാരിസ് മുഹമ്മദിൻ്റെ ഒരുപാട് ഇതിന് മുമ്പ് വന്ന തിരക്കഥാകൃത്താണ് ഷാരിസ് മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ പടങ്ങൾ വളരെ നല്ലൊരു സിനിമയാണ്. അദ്ദേഹം ദിലീപേട്ടനെ വെച്ച് ഇപ്പോൾ നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന് എല്ലാവിധ ആശംസകളും. വളരെ നല്ലൊരു സിനിമ തന്നെയാണ്. ദിലീപേട്ടൻ ഈ ഒരു സിനിമയിലൂടെ ആ ജനപ്രിയ നായകൻ്റെ ഓളം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എല്ലാവിധ ആശംസകളും. അതിൽ അഭിനയിച്ച സിദ്ദീഖ് ഉൾപ്പെടെയുള്ള നടന്മാർ, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെ, ബിന്ദു പണിക്കർ, അതുപോലെ തന്നെ നമ്മുടെ അശ്വിൻ എന്ന് പറയുന്ന ഒരു ആക്ടർ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആശംസകൾ. അതുപോലെ ദിലീപേട്ടൻ്റെ ഈ സിനിമ എല്ലാവരും കണ്ട് കാണും. എൻ്റെയൊക്കെ കൊച്ചുനാൾ മുതലേ ഞാൻ കണ്ടു വളർന്ന ഒരു മുഖമാണ് ദിലീപേട്ടൻ്റെ. 2002 ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ വിലസിയതാണ്. ഇപ്പോൾ ഞാനാവട്ടെ, നമ്മുടെ ചേട്ടനാവട്ടെ, എനിക്ക് ഇതെടുക്കുന്ന ചേട്ടനാവട്ടെ, നമ്മളെല്ലാവരും ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിൽക്കുന്ന നമുക്കും ആദ്യം നമ്മൾ ആലോചിക്കും ആരെ സിനിമ കാണാം. അപ്പോൾ നമ്മൾ പറയും ദിലീപിൻ്റെ സിനിമ ഉണ്ട്, നമുക്ക് കാണാം. ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ ദിലീപേട്ടൻ്റെ ആ ഒരു കൊമേഡിയൻ എന്ന് പറയുന്നത് ഒരാളെ ചിരിപ്പിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് ദിലീപേട്ടൻ ചെയ്തു വെച്ച് എത്രയോ ആ കഥാപാത്രങ്ങളും മുട്ടാണ്. ഏത് സിനിമയാണുള്ളത് മലയാളത്തിൽ? ദിലീപ് സിനിമകളോട് മുട്ടി നിൽക്കാൻ പറ്റിയ ഏത് സിനിമയാണുള്ളത്? പല സിനിമയ്ക്കും പലതായ പ്രത്യേകത ഉണ്ട്. പക്ഷേ ദിലീപ് എന്ന് പറയുന്ന ആക്ടർ മലയാള സിനിമയിൽ സമ്മാനിച്ച ചിത്രങ്ങൾ എന്നും അതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അത്
പൂട്ടി വെച്ചിരിക്കുകയാണ്. അത് തുറക്കാൻ വേറെ ആർക്കും പറ്റില്ല. അതിന് ഒരേ ഒരാളേ ഉള്ളൂ, അത് ദിലീപ് മാത്രമാണ്. സിനിമയുടെ ഒരു ഇതിവൃത്തം എല്ലാവർക്കും മനസ്സിലാവും എന്ന് അറിയാമെന്ന് കരുതുന്നു. അതായത് വളരെ പ്രായമെത്തിയിട്ടും കല്യാണം നടക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് 2 അനിയന്മാരുണ്ട്. 2 അനിയന്മാരാണ് കല്യാണം നടക്കുന്നത്. ഇയാൾ കല്യാണം കഴിക്കാതെ കല്യാണ പ്രായമെത്തിയിട്ട് മാരേജ് ബ്യൂറോകളിലും അല്ലെങ്കിൽ മാട്രിമോണി ആപ്പുകളിലും രജിസ്റ്റർ ചെയ്തിട്ട് നിൽക്കുകയാണ്. പക്ഷേ എന്നിട്ടും നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെയുള്ള ഒരു ജേണിയാണ്. അതായത് അൾട്ടിമേറ്റ്ലി ഇദ്ദേഹത്തിന് കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയാനായിട്ടുള്ള യാതൊരു ഹൈ മൊമെൻസും ഇല്ലാതെ കടന്നു പോവുകയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. നല്ല അളിഞ്ഞ കോമഡികളുണ്ട് ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ 1-2 അടുത്ത് അത് കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡിസ്കണക്റ്റ് ആയിരുന്നു. ഒരു തിയേറ്റർ റെസ്പോൺസ് പോലെ അങ്ങനെയായിരുന്നു. ജോണി ആൻ്റണി അദ്ദേഹം നല്ല രീതിയിൽ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ സിനിമകളിലും ഒരേ ശൈലി തന്നെയാണ്. മലയാളത്തിൽ റെഡിങ് കിങ്സ്ലിയാവും സത്യം പറയാമല്ലോ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട് പുള്ളി ഒരു സമയത്ത്. നമ്മൾ മലയാളത്തിൽ റെഡിങ് കിങ്സ്ലി അദ്ദേഹത്തിൻ്റെ ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു സിനിമ ഇങ്ങനെ പോകെ ഇൻ്റർവെല്ലോണ്ട് എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു സിനിമയുടെ ഒരു ട്രാക്ക് അങ്ങ് മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് വേറൊരു എന്താ പറയുക, നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മാറി പിന്നീട് അങ്ങോട്ട് മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയ ഒരു യുഗം, സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ കണ്ടൻറ് ക്രിയേറ്ററായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ഇൻഫ്ലുവൻസും അതിൽ ദിലീപിൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന ഇൻഫ്ലുവൻസ് ഇങ്ങനെയൊക്കെ മാറിക്കൊണ്ട് പോയിരിക്കുകയാണ്. അവിടെ പലയിടത്തും കുറേ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നുണ്ട്. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളെല്ലാം പല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഒരു ക്ലൈമാക്സിലോട് എടുക്കുമ്പോഴത്തേക്കും ഒരു സെൻറ്റിമെൻറ്റ്സ് ട്രാക്ക് പിടിച്ചു വരുന്നുണ്ട്. അത് കുറേ പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. വ്യക്തിപരമായിട്ട് ഈ സെക്കൻഡ് ഹാഫിൽ കുറച്ച് മൊമെൻറ്റ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിനിമയിൽ ഒന്നും പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നും തോന്നിയില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിൻ്റെ സിനിമകളിൽ ഉദിത് നാരായണൻ അദ്ദേഹം ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു സിംഗറാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ മലയാളത്തിൽ അദ്ദേഹം പാടുമ്പോഴത്തേക്കും ഏച്ച് കെട്ടിയ മുഴച്ചിരിക്കും എന്നുള്ള രീതിയിലാണ്. ഈ സിനിമയിലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്. വളരെ അരോചകമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മലയാളത്തിലുള്ള ഉച്ചാരണങ്ങൾ. അത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അത് പല വിമർശനങ്ങളുണ്ടായിട്ടും അത് ദിലീപിൻ്റെ നിർബന്ധമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു ഉദിത് നാരായണൻ സോങ് ഉണ്ടാവുക എന്നുള്ളത്. ഇങ്ങനെ ആകെ മൊത്തം ഒരു എന്താ പറയുക ഒരു എനിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്കിത് തോന്നിയില്ല. ജസ്റ്റ് ഒരു ആവറേജ് അനുഭവം മാത്രമായിരുന്നു എനിക്ക് ഈ സിനിമയ്ക്ക് നിന്ന് കിട്ടിയത്.